പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി ലഭിച്ചു. നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ചും കർത്താവിനോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ് ഒരു ഭക്തൻ്റെ ഏറ്റവും വിലപ്പെട്ട കാര്യം. കാരണം ആസവ പറയുന്നത് ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലതെന്നാണ്. അപ്പോൾ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. നിശ്ചയമായിട്ടും നമുക്ക് അതിലൂടെ ശരിയായ ലാഭം ഉണ്ടാകാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കർത്താവ് എത്ര മഹാനാണെന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് എത്ര മഹാനാണ്. അവിടുത്തെ പോലെ മറ്റാരുമില്ല. അവിടുന്ന് അതുല്യനാണ്. അവിടത്തേക്ക് തുല്യൻ കർത്താവ് മാത്രമാണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് വചനങ്ങൾ മുഴുവൻ അതാ വെളിപ്പെടുത്തുന്നത്. ഒരു ചെറിയ ഭാഗത്തൊന്നും ഒരു 7 കൂട്ട കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അതിനാധാരമായിട്ട് എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും, അവിടം വരെ വായിക്കുന്നുള്ളൂ, ഇരിക്കുകയും ഇരുന്നു എന്നുള്ള അവിടം വരെ. അപ്പോൾ ഈ ഭാഗത്തു നിന്നും ഞാൻ കർത്താവിനെക്കുറിച്ച് 7 കൂട്ടം കാര്യങ്ങൾ പറയാൻ എന്ന് ആഗ്രഹിക്കുക. വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് ഇത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം, പിന്നെ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പം അന്ത്യകാലം എന്ന് പറഞ്ഞാൽ അന്ത്യകാലം. അപ്പോൾ അന്ത്യകാലം തുടങ്ങിയിട്ട് എത്ര നാളായി? അന്ത്യകാലം തുടങ്ങിയിട്ട് 2000 വർഷമായി. അപ്പം അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പം അതിനു മുൻപ് പ്രവാചകന്മാർ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു എന്ന് നമുക്കറിയാം. ബൈബിള് ഒരു പ്രവചന പുസ്തകമാണ്. ഈ ബൈബിളിൽ എഴുതപ്പെട്ട സമയത്തുള്ള ബന്ധത്തിൽ നോക്കിയാൽ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം പ്രവചനങ്ങൾ തന്നെയാണ്. അത് വ്യക്തികളോടുള്ള ബന്ധത്തിലുള്ള പ്രവചനമുണ്ട്, രാജ്യങ്ങളോടുള്ള, സാമ്രാജ്യങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ നമുക്ക് പ്രവചനങ്ങൾ കാണാൻ കഴിയും. പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. അപ്പോൾ ഇവിടെ വിവിധ നിലയിലുള്ള പ്രവചനങ്ങൾ, അത് നിറവേറിയ പ്രവചനങ്ങളും ഇനിയും നിറവേറാനുള്ള പ്രവചനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ട പ്രവചനങ്ങൾ ഇതുവരെയും അല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം പ്രവചന നിവൃത്തികളാണ്. കാരണം ആദിയിലെ അന്തമറിയാവുന്ന ദൈവത്തിൻ്റെ വചനമായി ബൈബിളിലൂടെ നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വിഷയം, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പം പുത്രനിലൂടെയാണ് നമുക്ക് വേണ്ടിയിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ആ വചനങ്ങൾ എത്തുവാനിടയായിത്തീരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോഴും പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 8-ഉം 14-ഉം വാക്യത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ അവിടെ ഞാൻ പറഞ്ഞെന്തുവാ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. അപ്പോൾ നീ എനിക്ക് തന്ന വചനം, അതിൻ്റെ 14-ാം വാക്യത്തിലും ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. അപ്പം കർത്താവ് ഈ ലോകത്തിൽ പിതാവ് നൽകിയ വചനങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിച്ചു. അപ്പോൾ പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം ബുദ്ധിയുള്ള മനുഷ്യൻ. അപ്പം കർത്താവിൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരായിരിക്കണം. ഇന്ന് അനേർക്കും വചനമൊക്കെ അറിയാമെങ്കിലും അവർ ചെയ്യുന്നില്ല. അത് വളരെ ദുഃഖകരമായൊരു അനുഭവമാണ്. നമ്മൾ വചനം അറിഞ്ഞാൽ പോരാ, നമ്മൾ അത് അനുസരിക്കുന്നവരായിരിക്കണം. അനുസരിക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കുക മാത്രമല്ല മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി
മാറുവാനിടയായിത്തീരും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ മഹത്വം പിതാവിൽ നിന്നുള്ള വചനം അത് കൃത്യമായിട്ട് നമുക്ക് എത്തിച്ചു തന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് അവൻ സകലത്തിലും അവകാശിയെന്ന്. നമ്മളതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ ആരംഭം. അവൻ സകലത്തിലും അവകാശി എന്ന് പറഞ്ഞാൽ അവനാണ് യഥാർത്ഥത്തിൽ സർവശക്തനായ ദൈവം. അവന് സകലത്തിന്മേലും അധികാരവും അവകാശവുമുണ്ട്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വന്ന് മരിച്ചു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞ എന്തുവാ? മത്തായി 28-18 വാക്യം, സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് അനുവദിക്കാതെയും അറിയാതെയും ഒന്നും എങ്ങും സംഭവിക്കുന്നില്ല. നോക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അതിൽ കർത്താവിൻ്റെ പെർമിഷൻ ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ ലോകത്തിൽ 198 രാജ്യങ്ങളിലും അവിടെയുള്ള രാജ്യങ്ങളിലെ പ്രധാനികളെല്ലാം നിയമിക്കുന്നത് ആരാ? വാസ്തവത്തിൽ അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ കരമാണ്. നമ്മളത് ദാനിയേൽ പ്രവചനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ദാനിയേൽ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം, ഞാൻ ചില കാര്യങ്ങൾ മാത്രം പ്രത്യേകം ഒന്ന് എടുത്ത് ഓർപ്പിക്കാം. അതിൻ്റെ 2-20 മുതൽ 22 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. 2-ാം അധ്യായം 20 മുതൽ 22 വരെ. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അപ്പം കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നതും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അപ്പം അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിൽ ഉള്ളത് അറിയുന്നു. വെളിച്ചം അവനോട് കൂടെ വസിക്കുന്നു. അപ്പം നമ്മുടെ ദൈവം അവൻ സർവാധികാരിയും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ഒരു ദൈവമാണ്. ആ ദൈവമാണ് എല്ലാം ചെയ്യുന്നതെന്നാണ്. നമ്മളത് ദാനിയേൽ 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ 4-17 അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. നോക്കുക, എന്താ പറയുന്നത്? അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുന്നു, അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുന്നു. അപ്പോൾ മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു. നോക്കുക, അപ്പോൾ ഒരു വ്യക്തിയെ ഉയർത്തുന്നത് അല്ല, ഉന്നതനായ ഒരു വ്യക്തിയെ താഴ്ത്തുന്നത് ഇതാരാ ചെയ്യുന്നേ? കർത്താവ് ചെയ്യുന്നേ. ഇനി അതിൻ്റെ 4-25 വാക്യം, തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. തിരുമനസ്സിലെ വാസം കാട്ടു മൃഗങ്ങളോടുകൂടിയാകും. തിരുമേനിയെ കാളയെപ്പോലെ പുല്ല് തീറ്റും. തിരുമേനി ആകാശത്തിലെ മഞ്ഞ കൊണ്ട് നനയും. മനുഷ്യരുടെ രാജ്യത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നതുവരെ 7 കാലം കഴിയും. എന്നോ, ഇത് നെബൂഖദ്നേസർ രാജാവിൻ്റെ നിഗളത്തിന് ദൈവം കൊടുത്തൊരു ന്യായവിധിയാണ്. നോക്കുക, അന്നത്തെ പ്രബലനായ രാജാവായിരുന്ന നെബൂഖദ്നേസർ അഹങ്കരിച്ചു. ആ അഹങ്കാരത്തിൻ്റെ ശിക്ഷയായിട്ട് ഇവിടെ ദൈവം പറയാണ്, ഇനി 7 വർഷം രാജകൊട്ടാരത്തിൽ നിനക്ക് വസിക്കാൻ പറ്റിയല്ല, നീ കാട്ടിൽ വന്യമൃഗങ്ങളോടുകൂടെ പുല്ല് തിന്നും. നോക്കുക, ഇതെല്ലാം ചരിത്രത്തിൽ സംഭവിച്ചു. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവമാണ് ഓരോരുത്തരെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നത്. ഇനി അതിൻ്റെ 32-ാം വാക്യം, 4-32 വാക്യം അവിടെ വായിക്കുന്നത്, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടി ആയിരിക്കും. നിന്നെ കാളയെപ്പോലെ പുല്ലുതീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. കണ്ടോ, സമയമൊക്കെ പറഞ്ഞിട്ടുണ്ട്.
നീ ഈ സത്യം തിരിച്ചറിയുന്നവരെ നിന്നെ ഈ ഉന്നത പദവിയിലാക്കിയത് ദൈവമാണ്. നീ ആ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. അതുകൊണ്ട് അവന് ഒരു ചെറിയ ശിക്ഷ, 7 വർഷക്കാലം കാട്ടിലെ മൃഗങ്ങളോടുകൂടെ പുല്ല് തിന്നുക. നോക്കുക, രാജകൊട്ടാരത്തിലെ ശ്രേഷ്ഠമായ ഭോജനങ്ങളൊന്നും ഇനിയില്ല. നോക്കുക, രാജകൊട്ടാരത്തിൽ പാർക്കാൻ പറ്റിയില്ല. കാട്ടിൽ 7 വർഷം സമയം നിയമിച്ചു. അതെല്ലാം അതുപോലെ നിറവേറി. നമ്മൾ മനസ്സിലാക്കണം, അതുപോലെ നിറവേറി. അതുകൊണ്ട് ഇവിടെ നമ്മൾ അതിൻ്റെ 5:21 ബെൽഷസ്സറിനോട് ബെൽഷസ്സർ രാജാവിനോട് പറയുന്ന ഒരു കാര്യം, നമുക്ക് നെബൂഖദ്നേസറിന്റെ മകനായ ബെൽഷസ്സറിനോട് പറയുന്ന ഒരു കാര്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 5:21 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 5-ാം അധ്യായം 21-ാം വാക്യം. അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്നും നീങ്ങി അവൻ്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു. അവൻ്റെ പാർപ്പ് കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. അവനെ കാളയെപ്പോലെ പുല്ല് തീറ്റി മനുഷ്യരുടെ രാജ്യത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവൻ അതിനെ നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞതുവരെ അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു. അവൻ്റെ മകനായ ബെൽഷസ്സറേ, ഇതൊക്കെ അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ. കണ്ടോ, ഇതൊക്കെ ഈ മകനറിയാം. എന്നിട്ട് ആ മകനും എന്ത് ചെയ്തില്ല? ഹൃദയത്തെ താഴ്ത്തിയില്ല. അതുകൊണ്ട് അവൻ്റെ രാജ്യത്തെ തൂക്കുവാനും അന്ന് തന്നെ അവന് മരണം സംഭവിക്കാനും ഇടയായതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. നോക്കുക പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് എത്ര മഹാനാണ്. അവനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ഈ കർത്താവിന് നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നത് എത്ര ധന്യമായ ജീവിതമാണ്. നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, 1 പത്രോസ് 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ഇതാണ് നമ്മുടെ കർത്തവ്യം. അപ്പം നമ്മൾ അങ്ങനെ അംഗീകരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാവും. നമ്മൾ ദൈവദൃഷ്ടിയിൽ അനുഗ്രഹീതരായി തീരും. വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പം ഇവിടെ 1-ാമത്തെ കാര്യം, പുത്രനോട് നമുക്ക് വചനം ലഭിച്ചു. 2-ാമത്തെ കാര്യം, അവൻ സർവാധികാരിയായ ദൈവമാണ്. അവനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ഇന്ന് നമ്മളെ ഈ അനുഭവത്തിൽ കൊണ്ടുവന്ന ആരാ? നമ്മുടെ കർത്താവല്ലേ. ആ കർത്താവിനെ നമ്മൾ എത്രമാത്രം, അല്ലേ, നമ്മൾ പൗലോസ് പറയുന്നുണ്ട്, ഞാനായിരിക്കുന്നത് കൃപയാലാകുന്നു. അപ്പോൾ ഈ കൃപ എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യമാണ്. അപ്പോൾ കർത്താവാണ് നമ്മളെ ഇന്ന് ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ കർത്താവിന് എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിന് കർത്തൃത്വം ഉണ്ടായിരിക്കണം. നമ്മൾ പരിശോധിക്കണം, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം ഉണ്ടോ? 3-ാമത്തെ കാര്യം, അവിടുന്നാണ് നമ്മൾ എബ്രായർ 1:2 അവസാന ഭാഗം, അവിടുന്ന് ലോകത്തെ ഉളവാക്കി. അവിടുന്ന് ലോകത്തെ ഉളവാക്കി. നമുക്കറിയാം, ഈ കാണുന്ന എല്ലാ സൃഷ്ടിയും ഉളവാക്കിയത് ആരാ? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുന്നത്, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. കണ്ടോ, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എത്ര കൃത്യമായ കാര്യമാണ്. യേശുക്രിസ്തു മുഖാന്തരമാണ് ഇവയെല്ലാം ഉളവാക്കപ്പെട്ടത് എന്നാണ് തിരുവെഴുത്ത് വ്യക്തമായും പറയുന്നത്. നമ്മൾ കൊളോസ്യ ലേഖനത്തിലെ 1-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ വായിക്കുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ, നോക്കുക. അപ്പോൾ ഈ സൃഷ്ടി സകലത്തെയും ഉളവാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് എന്നറിയുന്നത് നമുക്ക് എത്ര സന്തോഷപ്രദമായ കാര്യമാണ്. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവ് ആരാ പ്രിയമുള്ളവരെ? സകലത്തെയും ഉളവാക്കിയവൻ. നമ്മളെല്ലാം സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവാണ്. ഇന്ന് അവിടുന്ന് നമ്മുടെ പിതാവാണ്. ആ വലിയ ഭാഗ്യം
കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുക. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്! നമ്മളിത് അറിയുമ്പോൾ നമ്മൾ എത്ര നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ കടപ്പെട്ടവരാണ്. പിന്നെ നാലാമത്തെ കാര്യം, അവിടുന്ന് നമ്മൾ ആ എബ്രായർ 1:3 വാക്യത്തിൻ്റെ ആരംഭത്തിൽ അവിടുന്ന് തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും, തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും. അതിൻ്റെ അർത്ഥം ദൈവസത്തയുടെ അതേ സ്വരൂപം, ദൈവസത്തയുടെ അതേ സ്വരൂപം എന്നാണ്. അത് നമുക്ക് കർത്താവിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. കൊളോസ്യ ലേഖനം 2:9 വാക്യത്തിൽ വായിക്കുന്നത്, അവനല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്നാണ്. അവനാണ് സകല സത്തയുടെയും സ്വരൂപം. ദൈവത്തിൻ്റെ സർവ സമ്പൂർണത ദേഹരൂപത്തിൽ വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അതുകൊണ്ട് കൊളോസ്യർ 1:15 വായിക്കുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമേന. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ ഫോട്ടോ അല്ലേ? അതുകൊണ്ട് നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോഴുള്ള ഒരു സംഭവം 2 കൊരിന്ത്യർ 4:4 വായിക്കാൻ കഴിയും. എന്താണ്? ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ. അപ്പം ദൈവപ്രതിമയായ ക്രിസ്തു നോക്കുക, ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആരാണ്? ദൈവപ്രതിമ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫോട്ടോ. നമ്മൾ യോഹന്നാൻ 1:18 എന്താ വായിക്കുന്നത്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. അപ്പോൾ പുത്രനാണ് പിതാവിനെ വെളിപ്പെടുത്തുന്നത്. ആ പുത്രനിലാണ് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. അവിടുന്ന് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്, ഫോട്ടോയാണ്. എത്ര വിലപ്പെട്ട കാര്യമാണ് അല്ലേ? 5-ാമത്തെ കാര്യം എബ്രായർ 1:3, അതിൻ്റെ അതേ ശുരുവാത്തിൽ തന്നെ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. നോക്കുക, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. സകലത്തെയും നമ്മൾ ഈ ആകാശവിധാനത്തേക്ക് നോക്കിയാൽ കോടാനുകോടി നക്ഷത്രവ്യൂഹങ്ങളുണ്ട്, അവയെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ കാണുന്ന നമുക്ക് വെളിച്ചം ലഭിക്കുന്ന സൂര്യൻ മണിക്കൂറിൽ 5 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ചിന്തിക്കുക, ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാണ്. സകലത്തെയും തൻ്റെ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. വഹിക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ. നോക്കുക, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ. അതല്ലേ നമ്മൾ പൗലോസ് എഫേസ്യ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. ദൈവത്തിൻ്റെ അതിൻ്റെ എഫേസ്യർ 1:19 അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അളവറ്റ വലിപ്പം, അളവില്ല, അളവറ്റ വലിപ്പം. നമ്മൾ ചിന്തിക്കുക, ദൈവത്തിൻ്റെ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പം ഈ ശക്തിയാലാണ് ദൈവം നമ്മളെ ഇനി എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണോ? ചിന്തിക്കുക, മരിച്ചവരെ ഉയർപ്പിക്കാൻ ഈ ലോകത്തിലെ സകല ശക്തികളും കൂടി ഒരുമിച്ച് കൂടിയാൽ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. എന്നാൽ തിരുവചനം പറയുന്നത് എന്താ അറിയാമോ? നമ്മൾ ഫിലിപ്പ് ലേഖനം 3:21 വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, കണ്ടോ, തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നോക്കുക, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും. എത്ര സമയമെടുക്കും? അതൊരു വലിയ മർമ്മമായിട്ടാണ് 1 കൊരിന്ത്യർ 15 പൗലോസ്ലീഹ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം ദൈവമക്കളെ. അവിടെ പൗലോസ്ലീഹ എന്താ പറയുന്നത്? 1 കൊരിന്ത്യർ 15 അതിൻ്റെ 51 വാക്യം, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. നോക്കുക, കണ്ണുമയ്ക്കുന്നതിനിടയിൽ നമ്മൾ ചിന്തിക്കണം. കണ്ണുമയ്ക്കുന്നതിനിടയിൽ എന്ന് പറഞ്ഞാൽ കണ്ണ് അടച്ചു കഴിഞ്ഞ് തുറക്കുന്ന സമയം, അടയ്ക്കുന്നതിനേക്കാളും വളരെ ചെറിയ സമയം മതി തുറക്കാൻ. അപ്പോൾ കണ്ണുമയ്ക്കുന്നതിനിടയിൽ
നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും. നാം എല്ലാവരും എടുക്കപ്പെടും. നോക്കുക എങ്ങനെയാ അവിടുത്തെ ആ അളവറ്റ ശക്തി. നോക്കുക, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ആ ശക്തിയാൽ നമ്മളെ എല്ലാവരെയും ഈ വലിയ രൂപാന്തരത്തിലേക്ക് നടത്തും എന്നാണ് തിരുവചനത്തിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത്. ആറാമത്തെ കാര്യം, നമ്മൾ 5 കാര്യം കണ്ടു. 1, നമ്മൾക്ക് വചനം അറിയിച്ചു തന്ന. 2, അവൻ സകലത്തെയും നിയന്ത്രിക്കുന്ന സർവാധികാരി. 3, അവിടുന്ന് സകലത്തെയും ഉളവാക്കിയ സൃഷ്ടാവായ ദൈവം. 4, അവിടുന്ന് ദൈവസത്തയുടെ സ്വരൂപമാണ്, അല്ലെങ്കിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപമാണ്. 5, അവിടുന്ന് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന സർവശക്തനായ ദൈവമാണ്. 6, അവിടുന്ന് അതേ എബ്രായർ 1:3 അവസാന ഭാഗം, പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അവിടുന്ന് എന്ത് ചെയ്തു? പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. പരിഹാരം വരുത്തിയിട്ടാണ് താൻ ഈ മഹത്വത്തിൽ പോയി വസിക്കുന്നത്. അപ്പോൾ താൻ ഒരിക്കൽ ഈ ലോകത്തിൽ വന്നത് എന്തിനു വേണ്ടിയാ? മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വയം തന്നെത്താൻ യാഗമായി തീർന്നു. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നല്ലയുടെ ആളുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി ജീവനെ തന്നു. നമ്മൾ എബ്രായ ലേഖനം 9:26 വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അവൻ എന്തിനാണ് പ്രത്യക്ഷനായത്? പാപപരിഹാരം വരുത്തുവാൻ. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വന്നത് പാപപരിഹാരം വരുത്തുവാൻ. വരുത്തിയോ? വരുത്തി. അതിന് നമ്മൾ എബ്രായർ 10:10 വായിക്കുന്നു, ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ 12-ാം വാക്യം, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. കണ്ടോ, പാപയാഗം കഴിച്ച് താനിപ്പോൾ എന്ത് ചെയ്യുന്നു? പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അതിന് 14-ാം വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി വരുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്നേക്കും ഒരുപോലെ ആസ്വദിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എത്ര വിലപ്പെട്ട കാര്യമാണ്. കർത്താവിൻ്റെ ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ കർത്താവിന് ലഭിച്ച ആ നാമം പോലെ തന്നെ ആ നാമത്തെ ദൈവം അന്വർത്ഥമാക്കി. എന്താണ് കർത്താവിന് കൊടുത്ത നാമം? യേശു എന്ന നാമം, അല്ലേ? യേശു എന്ന നാമത്തിൻ്റെ പേരിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ. മത്തായി 1:21. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പേരിൻ്റെ അർത്ഥം തന്നെ നമ്മെ പാപത്തിൽ നിന്നും വിടുവിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ എന്നാണ്. അപ്പോൾ ആ പേര് അനർത്ഥമായില്ലേ? അത് യാഥാർത്ഥ്യമായില്ലേ? അവൻ്റെ നാമത്തിലാണ് പാപമോചനം എന്ന് എല്ലാ പ്രവാചകന്മാരും പ്രവചിച്ചിരിക്കുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തി 10:43 നമ്മൾ വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2:12 അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ എഴുതുന്നു. നോക്കുക, ആ നാമത്തിൻ്റെ മഹത്വം, ആ നാമം അതുപോലെ അന്വർത്ഥമാക്കുവാനായിട്ട് പിതാവ് പ്രസാദിച്ചു എന്നുള്ളതാണ്. അവസാനം അതിൻ്റെ 7-ാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ഇന്നത്തെ ഈ ചെറിയ സന്ദേശം അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കാം. അത് എബ്രായർ 1:3 അതിൻ്റെ അവസാന ഭാഗം, ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നവൻ. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു? ഈ ലോകത്തിലെ അനേക മഹാന്മാർ, അനേക ചക്രവർത്തിമാർ, രാജാക്കന്മാർ എല്ലാവരും മരിച്ചതോടുകൂടി എല്ലാം തീർന്നു. എല്ലാവർക്കും ഒരു ജനനത്തീയതിയും മരണത്തീയതിയും ഉണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിന് ജനനത്തീയതിയും മരണത്തീയതിയും ഉയർപ്പിൻ്റെ തീയതിയും ഉണ്ട്. എത്ര വിലപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ ഇവിടെ വചനം വായിക്കുകയാണ്, എബ്രായർ 1:3 അവസാനം, ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നവൻ. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മരണത്തെ ജയിച്ചവൻ ഒരുവൻ മാത്രം, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അല്ലേ? പത്മോസ് ദ്വീപിൽ യോഹന്നാന് കർത്താവ് വെളിപ്പെടുമ്പോൾ കർത്താവ് പറഞ്ഞ എന്തുവാ? ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്.
താക്കോൽ എന്ന് പറയുമ്പോൾ അധികാരം. കർത്താവ് അറിയാതെ ഇന്നൊരുവൻ മരിക്കുന്നില്ല. എത്ര വിലപ്പെട്ട കാര്യമാണ്. ഈ കർത്താവ് നമ്മളെ ചേർക്കാനായിട്ട് വേഗം വരും. മരണത്തെ ജയിച്ചവൻ. നോക്കുക, ഈ മരണത്തെ ജയിച്ച ജയാളിക്ക് മാത്രമേ നമുക്ക് ജീവനുള്ള പ്രത്യാശ നൽകാൻ കഴിയൂ. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കല്ലാതെ ജീവനുള്ള പ്രത്യാശ നൽകാൻ ആർക്കാ കഴിയുക? അപ്പോൾ അങ്ങനെ ഒരുവൻ ഈ ലോകത്തുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അവനല്ലാതെ മറ്റൊരുവനില്ല. ഈ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി ജീവിക്കുന്നത് എത്ര അനുഗ്രഹമാണ്. വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ നമുക്ക് കർത്താവായി വിശദീകരിച്ച് അവിടത്തേക്ക് കർത്തൃത്വം കൊടുത്ത് ഒരു ജയാളിയായി ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? വെറുതെ കർത്താവ് എന്ന് വിളിച്ചാൽ പോരാ, അല്ലേ? അന്ന് അനേകർ വന്ന് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തു, അത് ഇത് പറയുമ്പോൾ കർത്താവ് അവരോട് പറയുന്നത് എന്തുവാ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവിൻ, ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല. നോക്കുക, ഈ ലോകത്തിലുള്ള ആരെയെങ്കിലും ദൈവത്തിന് അറിയാതെയുണ്ടോ പ്രിയമുള്ളവരെ? ദൈവത്തിന് എല്ലാവരെയും അറിയാം. അവരുടെ പ്രവൃത്തികളെ ദൈവം അറിഞ്ഞു. അതുകൊണ്ടാണ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് പറയാൻ കാരണമായത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് കർത്തൃത്വം കൊടുത്ത് ഈ കർത്താവിൻ്റെ അടിമകളായി ജീവിക്കുന്നുവെങ്കിൽ രണ്ട് അടിമയേ ഉള്ളൂ. ഒന്നെങ്കിൽ പാപത്തിൻ്റെ അടിമ, അല്ലെങ്കിൽ കർത്താവിൻ്റെ അടിമ. പാപത്തിൻ്റെ അടിമയെന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ അടിമയെന്നാണ്. നോക്കുക, ഇന്ന് നമുക്ക് യഥാർത്ഥമായിട്ടും ഈ കർത്താവിൻ്റെ ഒരു അടിമ എന്ന നിലയിൽ കർത്താവിനെ സേവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ കർത്താവിന് കർത്തൃത്വം നമ്മൾ നൽകിയിട്ടുണ്ടോ? ഈ ദൈവഹിതത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുന്നുണ്ടോ? ഇതാ നമ്മൾ പരിശോധിക്കേണ്ടേ. അപ്പോൾ നമ്മുടെ കർത്താവ് എത്ര മഹാനാണ്. ആ കർത്താവ് എന്നും നമ്മുടെ ജീവിതത്തിലും മഹാനായിരിക്കട്ടെ. ആ കർത്താവിനുള്ള കർത്തൃത്വം കൊടുത്തുകൊണ്ട് കർത്താവ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. എത്ര വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മൾ വളരെ പ്രത്യാശയോടുകൂടി നമ്മുടെ കർത്താവ് വരും. ആ വരവിൻ്റെ അടയാളങ്ങൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുക. ഇന്നത്തെ ലോകസംഭവങ്ങളെല്ലാം തിരുവചന നിവൃത്തി മാത്രമാണ്. ഏത് സമയത്തും അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിട്ട് നമ്മൾ അന്ത്യത്തിലെത്തിയിരിക്കുക. നമ്മൾ ഏറ്റവും ലാസ്റ്റ് സമയങ്ങളിലാണ്. ഏത് നിമിഷവും നമ്മുടെ കർത്താവ് വരാം. ഇന്ന് കർത്താവ് വരും എന്നുള്ള പ്രത്യാശയോടെ ഈ കർത്താവിനായി ഒരുങ്ങി കാത്തിരിപ്പാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ധാരാളമായി വളരെ സന്തോഷത്തോടെ ഈ കർത്താവിനെ നമുക്ക് കാത്തിരിക്കാം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.